Audio Jungle. Audio Jungle. ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 5 ആൻസർ റിവീലിംഗ് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്ന 5 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം പറയുകയാണ്. കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചവർക്ക് ഓൾറെഡി ആദ്യം തന്നെ പറയട്ടെ, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം തെറ്റിപ്പോയവരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കാത്ത ഒത്തിരി അവസരങ്ങൾ ഇനിയും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നന്നായിട്ട് ബൈബിൾ വായിക്കുക. അതിനുള്ള എന്താ പറയാ, ദൈവം അല്ലാതെ തന്നെ അനുഗ്രഹങ്ങൾ തരും. അതോടൊപ്പം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഒത്തിരി സമ്മാനങ്ങളും ലഭിക്കും. അപ്പോൾ ഇന്നത്തെ ഉത്തരം പറയാണ്. ചോദ്യം 1 ഇതായിരുന്നു: 4 അക്ഷരമുള്ള ഒരു വാക്ക് ആദ്യത്തെ 2 അക്ഷരം ചേർന്നാൽ കുറ്റവാളി എന്നർത്ഥം, 3-4 അക്ഷരങ്ങൾ ചേർന്നാൽ സന്യാസി എന്നർത്ഥം. പദം ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം പ്രതിയോഗി. മത്തായി 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലായിരുന്നു ഈ ഉത്തരം ഉണ്ടായിരുന്നത്. ഇനി പ്രതി എന്നുള്ളതിന്റെ മറുപദം അല്ലെങ്കിൽ അതിന്റെ മീനിങ്ങിൽ വരുന്നത് കുറ്റവാളി എന്നുള്ളതാണ്. അതുപോലെ യോഗി എന്നുള്ള വാക്കാണ് സന്യാസി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: അബ്രഹാം ദൈവത്തോട് സംസാരിച്ചപ്പോൾ സ്വയമായി താഴ്ത്തി പറഞ്ഞ 2 പദങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു. ആൻസർ പൊടിയും വെണ്ണീറും. അതിന്റെ റെഫറൻസ് ഉൽപ്പത്തി 18-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലായിരുന്നു. ഓക്കെ. ചോദ്യം 3: ഒരു വാക്യത്തിൽ 5 വ്യക്തിബന്ധങ്ങളെ കുറിച്ച് കാണാം. വാക്യം ഏത്, ബന്ധങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം വാക്യം ഉൽപ്പത്തി 20:12. ബന്ധങ്ങൾ അപ്പൻ, അമ്മ, മകൾ, ഭാര്യ, പെങ്ങൾ. ഇത്രയായിരുന്നു വ്യക്തിബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത 4-ാമത്തെ ചോദ്യം: ഒരു വ്യക്തിയുടെ പ്രാർത്ഥന മുഖാന്തിരം ഒരു രാജാവിനും വേലക്കാർക്കും സന്താനങ്ങൾ ലഭിച്ചു. വ്യക്തി ആര്, രാജാവിന്റെ പേരെന്ത് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം വ്യക്തി അബ്രഹാം, രാജാവ് അബീമേലെക്ക്. ഓക്കെ, അതിന്റെ ഉത്തരം ഉണ്ടായിരുന്ന റെഫറൻസ് ഉൽപ്പത്തി 20:17. അവസാനത്തെ ചോദ്യം, 5-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 5 അക്ഷരമുള്ള ഒരു പദത്തിനകത്ത് ഒരു പ്രോഡക്റ്റിന്റെ, അതായത് ഒരു സാധനത്തിന്റെ പേരും 2 സ്ത്രീകളുടെ പേരും ഉണ്ട്. പദം ഏത്? ഉത്തരം നിർമ്മലത. അതിന്റെ റെഫറൻസ് ഉൽപ്പത്തി 20-ാം അധ്യായം 5-ാമത്തെ വാക്യം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത്, അതായത് സാധനത്തിന്റെ പേരെന്ന് പറഞ്ഞത് നിർമ്മ. ഓക്കെ, അതൊരു വാഷിംഗ് പൗഡർ ആണ്. ഒരുവിധം എല്ലാ മലയാളികൾക്കും അറിയാവുന്ന പേരാണത്. ഓക്കെ, സ്ത്രീകൾ എന്ന് പറഞ്ഞത് നിർമ്മല, ലത. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? സ്ത്രീകൾ, നിർമ്മല, ലത, ഇതായിരുന്നു പേരുകൾ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഉത്തരങ്ങളും നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ കുറെ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക. അതിനുള്ള പോർഷൻസ് ഉൽപ്പത്തി 21 മുതൽ 24 വരെയും മത്തായി 6-ാം അധ്യായത്തിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ ബൈബിളൊക്കെ എടുത്തു വെച്ച് വായിച്ച് റെഡി ആയിക്കോളൂ. വൈകുന്നേരം ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ. Wow.